എല്ലാ കൂട്ടുകാർക്കും സുമേഷ് ആർട്ട് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വേറിട്ടൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ ഓൾ എന്ന് പറഞ്ഞ് എനേബിളാക്കാൻ മറക്കരുത്. എനേബിളാക്കിയാൽ മാത്രമാണ് ഞാൻ അടുത്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പക്രു ചേട്ടൻ്റെ ഒരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ഒറ്റ മീഡിയത്തിലാണ് ചെയ്തത്. അപ്പോൾ അതുപോലൊരു ഡ്രോയിങ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു കളറിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. കളറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് എന്താ പറയുക കളറിങ് എക്യുപ്മെൻറ്റ്സ്, അതായത് നമ്മുടെ പെയിൻറ്റിങ് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ സാധാരണ നമ്മളൊരു കിച്ചണിലെ പൗഡറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു പിക്ചർ നമ്മൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. കുറച്ച് റിസ്ക്കാണ്. എടുക്കുന്ന പൊടികൾ അതുപോലത്തെയാണ്. അതുപോലെ തന്നെ നമ്മളൊരു പ്ലേറ്റിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഉണ്ണി മുകുന്ദനെയാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ആളുടെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങാൻ പോകുന്നൊരു പടം ഉണ്ടല്ലോ, എന്താണ്, മേപ്പടിയാൻ. അപ്പോൾ അതിലൊരു സ്റ്റില്ലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നോക്കിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഏതായാലും എങ്ങനെയാവും എന്നുള്ളത് നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഓടിച്ച് കാണാൻ നിൽക്കരുത്. നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന പോലെയല്ല ഈ പൗഡർ. കാരണം ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന പൗഡർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ തേയില, ചായപ്പൊടി, പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റിന് ഞാൻ ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഉപ്പ് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ പകരം നമ്മുടെ ഗോതമ്പ് പൊടി. ഞാൻ ഈ 3 കളറുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ എന്തായാലും ഇടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. വേറൊന്നുമില്ല, നമ്മുടെ ആ വീഡിയോയുടെ താഴെ ടൈറ്റിലിൻ്റെ വലതുവശത്തായിട്ടൊരു 3 ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഷെയറിൽ ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ദ ലിങ്ക് എന്ന് കൊണ്ടുവരും. അത് നേരെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം. ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഡ്രോയിങ് മാത്രം ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ നേരെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഡ്രോയിങ് വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാവൽ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഡ്രോയിങ് മാത്രം ഇഷ്ടമുള്ളവർ ഡ്രോയിങ് വീഡിയോസ് എടുത്ത് കാണുക. ഇനി ട്രാവൽ വീഡിയോസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കതും കാണാവുന്നതാണ്. നമ്മൾ ഇത്ര നേരം ഇത് വെച്ച് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ചായപ്പൊടി ഉപയോഗിച്ച് ചെയ്യുന്നത്. സാധനം വേറൊന്നുമല്ല, നല്ല പൊടിയല്ല, ചെറിയ കുഞ്ഞു കുഞ്ഞു തരിയാണ്. അത് കാരണം പിന്നെ ഉപയോഗിക്കുന്നത് സ്പൂണിൻ്റെ തലപ്പുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നത്, അതായത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത് കാരണം സാധനം തെന്നി തെറിച്ച് പോവുകയാണ്. അതുകൊണ്ട് വളരെ സ്ലോവിലാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ക അതുപോലെ എന്താ പറയുക, ഒരു റിയലിസ്റ്റിക്കായിട്ട് ആരും പ്രതീക്ഷിക്കരുത്. നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്ന പോലെയല്ല ഇതിൽ പൊടി വെച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഓൾ എന്ന് പറഞ്ഞ് എനേബിളാക്കുക. അപ്പോൾ അടുത്ത വേറിട്ടൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.